ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇട്ടിടുന്നത്. അപ്പോൾ ഓരോ എപ്പിസോഡുകളായിട്ടാണ് ഇടാൻ പോകുന്നത്. 5 എപ്പിസോഡ് ഇന്ന് തന്നെ ഇടാം. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് കൊച്ചു വന്നിട്ട് നമുക്ക് മാളിൽ പോകാമെന്ന് തരുണിനോട് പറയുകയാണേ. ഈ സമയത്ത് വേദം വരുന്നുണ്ട്. വേദം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കാണുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത്? അമ്മ, ഞാൻ ചെയ്യുന്നത് തെറ്റാണല്ലേ അമ്മേ? മോളോട് ഞാൻ തരുൺ അച്ഛനാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ അവൾ സത്യങ്ങൾ അറിയുമ്പോൾ ഞാനൊരു മോശപ്പെട്ട സ്ത്രീയാണെന്ന് അവൾ ചിന്തിക്കുമോ അമ്മ എന്നൊക്കെ ചോദിക്കുകയാണ്. മോളെ, കഴിഞ്ഞ 5 വർഷമായിട്ട് തോന്നാത്ത കാര്യം മോൾക്ക് എന്താ ഇപ്പം തോന്നുന്നത്? 5 വർഷം എനിക്ക് തോന്നിയിട്ടുണ്ട് അമ്മയെന്ന് പറയുകയാണേ. അന്നേരം അമ്മ പറയാണ്, മോളെ, അപ്പം ഞാനും ചെയ്തത് തെറ്റല്ലേ? നമ്മൾ രണ്ടുപേരും ചെയ്തത് തെറ്റൊന്നുമല്ല, ശരി തന്നെയാണ്. അമ്മ എന്ന രീതിയിൽ നമ്മൾ രണ്ടുപേരും എടുത്ത തീരുമാനം ശരി തന്നെയാണ്. പക്ഷേ തരുൺ ഇത് അറിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ആലോചിക്കുമ്പോൾ തരുൺ ഇത് എങ്ങനെ മറികടക്കും എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെനിക്കറിയില്ല, പക്ഷേ ഒരിക്കലും തരുൺ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെയും ഗൗരി മോളെയും വെറുക്കൂല. ആ കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ വേദ പറയാണ്, എന്നാലും എനിക്കത് ആലോചിക്കാൻ പറ്റുന്നില്ല മോളെ. ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട മോളെ. എന്തായാലും നമ്മളത് ചെയ്തു പോയി. ഇപ്പോൾ തരുണിന് ഇപ്പോൾ പറഞ്ഞിട്ടില്ല എന്നുള്ളൂ, പക്ഷെ അവനത് അറിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല. അവൻ എങ്ങനെ അതിനെ തരണം ചെയ്യുന്നു. പക്ഷെ എന്ന് വെച്ചിട്ട് മോളും കുഞ്ഞിനെയൊന്നും അവൻ വെറുക്കൊന്നുമില്ല. ആ കാര്യം എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറയാം. അപ്പോഴേക്കും ഗൗരിയും തരുണും വരികയാണ് കേട്ടോ. ഗൗരി വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ, അച്ഛമ്മേ, നമുക്ക് മാളിൽ പോകാം, എല്ലാവരും വേഗം റെഡി ആവും എന്ന് പറയും കേട്ടോ. അച്ഛമ്മില്ല മോളെ എന്ന് പറയും കേട്ടോ. അതെ, അച്ഛമ്മില്ല എന്നാണ് പറയുന്നത്, വരാൻ പറയും അച്ഛ എന്ന് പറയും കേട്ടോ. അമ്മേ, നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം. മോളൊരാഗ്രഹമല്ലേ വേദേ, താനെന്തെങ്ങനെ ഇങ്ങനെ ഇതായി വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ. ഒന്നുമില്ല എന്ന് പറയും കേട്ടോ. ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ കാര്യമാണോ? അത് തൻ്റെ സ്റ്റാൻഡ് തന്നെയാണ് ശരി, അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അങ്ങനെ കൊച്ച് അച്ഛമ്മനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം കാണിക്കുന്നത് അപ്പുമോള് വരുന്നതാണ് കേട്ടോ. അപ്പുമോള് വേഗം വന്നിട്ട് ചെറിയച്ഛൻ എവിടെയെന്ന് ചോദിച്ചു ഓടി ചെന്നിട്ട് വിക്രമിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ചെറിയച്ഛ, എനിക്ക് ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനും കൂടെ വന്നേനെ ചെറിയച്ഛനെ കൂട്ടാൻ. ചെറിയച്ഛനെ കൂട്ടാൻ വരുന്നത് എന്തിനാ മോളെ? അഭിമാനമുള്ള സ്ഥലത്തുനിന്നൊന്നുമല്ലല്ലോ ചെറിയച്ഛൻ വരുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അവർ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ചെറിയച്ഛ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്, അപ്പോൾ ശരിക്കും സർക്കാർ തന്നെയാണ് തെറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊച്ച് നല്ല രീതിയിൽ സംസാരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ആൾ കൊള്ളാലോ, അവൾ നന്നായി സംസാരിക്കുന്നുണ്ടല്ലേ എന്ന് പറയട്ടോ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, ഞാൻ ചില സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വേദനയാണ് ഓർമ്മ വരാമെന്ന് പറയും. പക്ഷേ വേദച്ചെറിയവരെ പോലെ ബുദ്ധിയും കഴിവൊന്നും എനിക്കില്ല കേട്ടോ എന്ന് പറയട്ടോ. അപ്പോൾ അങ്ങനെ അല്ല അച്ചാച്ച എന്ന് ചോദിച്ചിട്ട് അച്ചാച്ചനോട്, അതെ, എൻ്റെ മോൾ ആവശ്യമുള്ളിടത്ത് മാത്രമേ സംസാരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർ സന്തോഷത്തോടുകൂടി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൊച്ചെന്ന് പറഞ്ഞാൽ അപ്പുമോൾ പറയാണ്, അതെ, ഇനി നമുക്ക് എല്ലാവരും കൂടി പഴയതുപോലെ ഒരുമിച്ച് താമസിക്കണം. അതിന് നമ്മൾ വേണ്ടത് ആക്ഷൻ പ്ലാൻ നടത്താം. ആക്ഷനോ? അതെ, നമുക്ക് ആദ്യം തന്നെ വേദച്ചെറിയമ്മനെ കണ്ടെത്തണം. വേദച്ചെറിയമ്മനെ കണ്ടെത്തി നമുക്ക് എല്ലാവർക്കും കൂടി സന്തോഷത്തോടു കൂടിയിട്ട് പഴയ പോലെ ഒരു വീട്ടിൽ താമസിക്കാമെന്നൊക്കെ പറയാണ് കേട്ടോ. അതിനുശേഷം ബുക്കൊക്കെ എടുത്തിട്ട് അച്ഛൻ്റെ റൂമിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോവുകയാണേ. അപ്പോൾ അവർ പോയി കഴിയുമ്പോൾ മാഷ് പറയുന്നുണ്ട്, അതെ, അവളുടെ റൂമാണ് എനിക്ക് തന്നത്, അവളിപ്പോൾ ഹാളിലാണ് കിടക്കുന്നത്, ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, വിശ്വനത് പറയുന്നില്ല എന്നുള്ളൂ, പക്ഷേ എൻ്റെ പെൻഷൻ എടുക്കാൻ അവൻ സമ്മതിക്കുന്നില്ല, അത് ബാങ്കിൽ തന്നെ കിടക്കട്ടെ എന്നാണ് അവൻ പറയുന്നത്. ഞാനും കൂടി ഈ അവസ്ഥയിൽ ഇവിടെ വന്നപ്പോൾ അത് ബുദ്ധിമുട്ടായില്ലേ അച്ഛ, ഞാനെന്നാൽ വേറെ എവിടെയെങ്കിലും മാറിയല്ലോ അച്ഛ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം സുധാകരൻ മാഷ് പറയാണ്, നീ അവരെ ബുദ്ധിമുട്ടിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാലം നീ ഇല്ലാതെ വയ്യടാ എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിക്രമിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ വിക്രമിന് ഭയങ്കര സങ്കടവും സന്തോഷമൊക്കെ ആയിട്ട് മാഷ് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് മാളിൽ പോയിട്ട് ഒരു തിരിച്ചു വരികയാണ് കേട്ടോ. തരുണും കുഞ്ഞും വേദയും അമ്മയൊക്കെ കൂടിയിട്ട്. അങ്ങനെ കൊച്ചാണെന്നുണ്ടെങ്കിൽ മാളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാർ ഗെയിമിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അച്ഛാ. ആണോ, മോൾക്ക് ഭയങ്കര ഇഷ്ടമായത് ആ ഗെയിമാണല്ലേ? ഇനി നമുക്ക് എല്ലാ വീക്കെൻഡിലും അവിടേക്ക് പോകണം കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അച്ഛാ, നമ്മൾ എവിടെ പോകുമ്പോഴോ അമ്മ എന്താ ബാക്ക് സീറ്റിലിരിക്കുന്നത്? എൻ്റെ സ്കൂളിലെ കുട്ടികളുടെ അമ്മമാരൊക്കെ അച്ഛൻ്റെ അടുത്താണല്ലോ ഇരിക്കുന്നതെന്ന് പറയും കേട്ടോ. അന്നേരം പെട്ടെന്ന് എല്ലാവർക്കും എന്തോ പോലെ ആവും കേട്ടോ.
ആ സമയത്ത് വേദ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഫ്രണ്ടിൽ ഇരുന്നാൽ ഛർദ്ദിക്കാൻ വരും, അതുകൊണ്ടാണെന്ന് പറയട്ടോ. പെട്ടെന്നാണ് 2 വണ്ടികൾ ഫോളോ ചെയ്യുന്നത്. തരുൺ ശ്രദ്ധിക്കുന്നത് കേട്ടോ. അങ്ങനെ 2 തവണ ഈ കാറിൻ്റെ അവിടെ വന്നിട്ട് ഇവർ ഇങ്ങനെ സൈഡിൽ മുട്ടാണ്. അപ്പോഴേക്കും ഗൗരിമോള് അലറി വിളിച്ച് കരഞ്ഞിട്ട് തലകറങ്ങി വീഴാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വിക്രമിന് തോന്നുകയാണ് ഒരു കൊച്ചു കരയുന്നത് പോലെ, ഗൗരിമോളെ കരച്ചിൽ കേട്ട പോലെ തോന്നുകയാണ്. അങ്ങനെ വിക്രം ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കാണ് കേട്ടോ. അപ്പം മാഷ് ചോദിക്കുക എന്താ മോനെ ചോദിക്കും. അച്ഛാ ഞാനൊരു കരച്ചിൽ കേട്ടു. കരച്ചിലോ? ഇവിടെ ഇപ്പോൾ ആരാ കരയാനായിട്ട്? അച്ഛാ ഞാൻ ജയിലിൽ കിടക്കുന്ന കാലം തുടങ്ങിയിട്ട് എനിക്കങ്ങനെ ഒരു തോന്നലുണ്ട്. ഏതോ ഒരു സമയം തുടങ്ങിയിട്ട് ഒരു കുഞ്ഞ് ജനിച്ച് വീഴുന്ന കരച്ചിലാണ് ഞാൻ ആദ്യം കേട്ടത്. അതിനുശേഷം ഇങ്ങനെ എന്നോടൊപ്പം ഞാൻ ആ ജയിലിൽ കിടക്കുന്ന ആ ഒരു ദിവസങ്ങളോടൊപ്പം അവൾ വലുതായി വരുന്നത് പോലെ എനിക്ക് തോന്നി അച്ഛാ. പിന്നെ അത് ആവർത്തിക്കാൻ തുടങ്ങി. ഇപ്പോഴും ആ കരച്ചിൽ എൻ്റെ ചെവിട്ടിൽ ഇങ്ങനെ വലുതായൊരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട് അച്ഛാ. ഒരുപക്ഷെ ഞാനും വേദയും ആഗ്രഹിച്ചൊരു കുഞ്ഞ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വളർന്നു വരുന്നതായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ശരിക്കും തൻ്റെ മകളുടെ കരച്ചിൽ വിക്രമിൻ്റെ കാതിലേക്ക് വരുന്നത് പോലെ തന്നെ വിക്രമിന് തോന്നുകയാണ് കേട്ടോ. അങ്ങനെ പോയിട്ട് വെള്ളം എടുക്കാൻ പോകട്ടെ. വെള്ളം എടുത്ത് വരുമ്പോൾ അപ്പുമോളിങ്ങനെ സൈഡിലിങ്ങനെ കിടക്കണ കാണുമ്പോൾ വിഷമാവാണ് കേട്ടോ. ഹാളിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കണ കാണുമ്പോൾ. പിന്നെ കാണിക്കുന്നത് ദേവരാജനെയാണ് കേട്ടോ. ആ പാതിരാത്രിക്ക് തന്നെ ദേവരാജനെ തേടി വന്നിരിക്കുകയാണ് തരുൺ. തരുണിനെ കാണുമ്പോൾ ദേവരാജനൊന്നും ഞെട്ടാട്ടോ. എന്താ ദേവരാജ പേടിച്ചോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഷൂ അഴിച്ചിരുന്നോ എന്ന് ചോദിച്ചിട്ട് ഷൂ ഇങ്ങനെ അഴിച്ചിരുന്ന പോലെ കാണിക്കുകയാണ്. ആ നേരെ അവിടെ തോക്കിരിക്കുന്ന കാണുമ്പോൾ ദേവരാജൻ ഞെട്ടിപ്പോകാൻ കേട്ടോ. തോക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിച്ചത്. അല്ലെങ്കിൽ വേണ്ട, ഷൂ ഒന്നും അഴിക്കണ്ടാവാ, അകത്തേക്ക് ഇരിക്കാം. ചേച്ചി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ദേവരാജൻ്റെ ഭാര്യ. ചേച്ചി മോളോ നോക്കിയിട്ട് മോളെ പോയിട്ട് വിളിച്ചിട്ടാ, എന്നിട്ട് എനിക്ക് നല്ലൊരു ചായയും കൊണ്ടുപോകാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവരാജൻ ആ പെണ്ണോട് ഇങ്ങനെ കണ്ണോട് ഇങ്ങനെ ശരി പോയിട്ട് മോളെ വിളിച്ചുകൊണ്ടിരാൻ പറയാൻ കേട്ടോ. അതിന് ശേഷം തരുൺ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. IPS കിട്ടിയതും താൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതെ, താൻക്ക് നല്ല പിടിപാടുള്ള ആളല്ലേ, താൻ ആ ഡൽഹിയിലൊക്കെ ഒന്ന് പോയി ചോദിച്ചു നോക്ക്. അരുൺദ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരുൺദ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്നുള്ളത് അപ്പോൾ തനിക്കറിയാൻ പറ്റും ഞാൻ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയതെന്നുള്ള കാര്യം എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് കൊച്ചിനെ കൊണ്ടുവരാൻ കേട്ടോ. അപ്പോൾ കൊച്ചിനെ കാണുമ്പോൾ മോളെ വിളിച്ചിട്ട് തരുൺ ചെന്നിട്ട് ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ചായ എടുത്തിട്ട് വരാൻ പറയും കേട്ടോ. അങ്ങനെ മോളോട് ചോദിക്കുകയാണ് കേട്ടോ, മോളുടെ പേരെന്തെന്നാന്ന് ചോദിക്കട്ടോ. അപ്പോൾ കൊച്ച് ദേവരാജൻ പറയണത് സാറേ മോൾ ഇത്തിരി പേടിക്കാരിയാണ്. അപ്പോൾ എൻ്റെ മോള് സാമാന്യ ധൈര്യമുള്ള ആളാണെന്നാണോ പറയുന്നത്? ഞാൻ കൊച്ചിൻ്റെ അടുത്തുകൊണ്ട് പേര് ചോദിക്കാൻ കേട്ടോ. മോളുടെ പേരെന്താ? എൻ്റെ അപ്പോൾ ആ കൊച്ച് അനഘ എന്ന് പറയുന്നുണ്ട്. അനഘ നല്ല പേര് കേട്ടോ എന്ന് പറയാൻ കേട്ടോ. എന്തിനാ മോള് പേടിയുണ്ടോ എന്ന് ചോദിക്കുക. പേടിയുണ്ടെന്ന് പറയും കേട്ടോ. മോൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ, മോൾ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് കൊച്ചിനെ പറഞ്ഞയക്കും കേട്ടോ. അങ്ങനെ കൊച്ചിനെ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചില്ലേ. എന്നിട്ട് പറയുകയാണെ അതേ കുട്ടികൾ പാവങ്ങളാ ദേവരാജ, അവരെ ടാർഗറ്റ് ചെയ്യരുത്. പക്ഷെ ഇന്നൊരാൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ദേവരാജൻ നോക്കുകയാണ് കേട്ടോ. അതിന് ശേഷം കാപ്പി കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാനത് കുടിച്ച് നോക്കുകയാണേ. കുടിച്ചിട്ട് മധുരം പേടിച്ചുകൊണ്ടായിരിക്കും ചേച്ചി, മധുരം ഇട്ടിട്ടില്ല, പൊടിയും കുറവാണ്, എനിക്കിങ്ങനെയുള്ള ചായകളൊന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രതിമ നിൽക്കുന്നുണ്ടായിട്ടോ. അവന് തോന്നുന്നു അത് കുബേരൻ്റെ എന്തോ ഒരു പ്രതിമ പോലെ. അങ്ങനെ ആ ചായ കൊണ്ടുവന്ന് അത് എൻ്റെ മുകളിലേക്ക് കൂടെ ഒഴിച്ചിട്ട് തർപ്പണം എന്ന് പറയാൻ കേട്ടോ. തർപ്പണം ചെയ്തതാ എന്ന് പറയും ദേവരാജനോട്. എന്നിട്ട് പറയുന്നുണ്ട് ഇനി മേലിൽ തനിപ്പം കാണിച്ച പോലുള്ള പരിപാടികൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇവിടെ കയറി വരും. ഈ ചായക്ക് പകരം വേറെ പല സാധനങ്ങളും സാമ്പാറും അവിയലും അടക്കം എല്ലാതും ഒരു സദ്യ ഞാൻ ഉണ്ടാക്കിക്കും. അന്ന് പേടിച്ച് ചേച്ചി എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് തരുൺ ആരാണെന്ന് നിങ്ങളറിയും. ഒരു വലിയ സദ്യ ഉണ്ടാക്കാനുള്ള കാര്യം തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭീഷണിയൊക്കെ മുഴക്കിയിട്ട് അവിടെ നിന്ന് തരുൺ പോകുകയാണ് കേട്ടോ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ദേവരാജൻ ഇങ്ങനെ പേടിച്ച് കരച്ച് നിൽക്കുന്ന കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുകളൊക്കെ ഉടനെ തന്നെ ഇടും. ബാക്കിയുള്ള 4 എപ്പിസോഡ് നമ്മൾ ഉടനെ എത്രയും പെട്ടെന്ന് തന്നെ ഇടും. അപ്പോൾ എല്ലാവരും ചാനലിൽ കയറി നോക്കണം, നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയില്ല ഒരുമിച്ച് ഇടുന്നതുകൊണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.